ഇന്ന് രാവിലെ തന്നെ എൻ്റെ ഗാർഡൻസിലെ പ്ലാന്റ്സിനൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കാൻ വേണ്ടി വന്നതാണ്. ഈ ബോഗൺവില്ലേൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡ്രൈ ലവിങ് പ്ലാന്റ്സ് ആണ്. ഇതിന് വളരെ കുറച്ച് വെള്ളം മാത്രം മതി. ഇത് നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ലെങ്കിലും ഇതിന് ചെറിയൊരു വാട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതിന് അധികം വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നേ ഇല്ല. അപ്പോൾ നമ്മുടെ ഈ പ്ലാന്റ്സൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒക്ടോബർ സെപ്റ്റംബർ മാസത്തിൽ ഹാർഡ് പ്രൂണിങ് കഴിഞ്ഞിട്ട് ഫെർട്ടിലൈസേഴ്സൊക്കെ കറക്റ്റ് ടൈമിൽ ഇട്ട് കൊടുത്തിട്ട് ബ്ലൂമിങ് ചെയ്തിരിക്കുന്ന പ്ലാന്റ്സാണ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ റീസെൻ്റ്ലി ഹാർഡ് പ്രൂണിങ് കഴിഞ്ഞിട്ടുള്ള പ്ലാന്റ്സിന് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സാണ് അത് വരുന്നത്. ഈ ഫസ്റ്റത്തെ പ്ലാന്റ് ലാവൻഡർ ബോഗൺവില്ലയാണ്. ഇതിൽ നമ്മൾ ഹാർഡ് പ്രൂണിങ് കഴിഞ്ഞ സമയത്ത് തന്നെ DAPയും അതുപോലെ തന്നെ ഫാക്ടം ഫോസും ഇട്ടതാണ്. ഇപ്പോൾ നമ്മളിടാൻ പോകുന്നത് സോഫ്റ്റ് പ്രൂണിങ് കഴിഞ്ഞതിന് ശേഷം നമ്മളിടാൻ പോകുന്നത് പൊട്ടാഷ്യമാണ്. ഇതാണ് പൊട്ടാഷ്യം. ഇത് നമ്മുടെ ഫെർട്ടിലൈസേഴ്സ് കടയിൽ അതുപോലെ തന്നെ ഓൺലൈനും ഒക്കെ ആയിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്ലവേഴ്സ് നന്നായിട്ട് ബ്ലൂം ചെയ്യും. മറ്റുള്ള ഫെർട്ടിലൈസേഴ്സ് വെച്ച് നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ ബ്ലൂം ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് കിളച്ച് കൊടുത്തിട്ടുണ്ട്, ഇവിടുത്തെ ഫസ്റ്റത്തെ മുകൾ ഭാഗത്തുള്ള മണ്ണ് മാത്രം. എന്നിട്ട് ഒരു സ്പൂണ് ഇത്ര പോർഷൻ മതി. ഇത്ര പോർഷൻ നമ്മൾ കുറച്ചൊന്ന് മുകൾ ഭാഗത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇത് റൂബി റെഡാണ് ഇതിൻ്റെ കളർ വരുന്നത്. എക്സാക്റ്റ് ആ ഒരു കളർ തന്നെ വരുന്നത്. അതിൽ നമ്മൾ കുറച്ചിട്ട് കൊടുക്കാം. ഇത് വൈറ്റ് ബോഗൺവില്ല. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടൻ ബോഗൺവില്ലേൻ്റെയും അതിൻ്റെ ഫ്ലവറിനേക്കാൾ ഡബിൾ സൈസിലാണ് ഫ്ലവറിങ് വരിക. ഇത് സ്റ്റാർട്ടിങ്ങിൽ ഇതൊരു ലാവൻഡർ കളറായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ മുട്ടൊക്കെ ലാവൻഡർ കളറാണ്. പിന്നെ അത് വളർന്നിട്ട് ഒരു വൈറ്റ്, നല്ല വലിയ വൈറ്റ് ഫ്ലവറായിട്ടാണ് വരുന്നത്. പിന്നെ ഇത് ഗോൾഡൻ യെല്ലോ കളറാണ് വരുന്നത്. ഇതിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ മുട്ടകളായിട്ട്. ഇതിലും നമ്മൾ കുറച്ച് പൊട്ടാഷ്യം ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഇട്ട് കൊടുത്ത ഒരു രീതി എന്ന് പറയുന്നത് ആദ്യം വെള്ളം ഒഴിച്ചതിന് ശേഷം മുകൾ ഭാഗത്ത് മണ്ണൊന്ന് കളച്ച് കൊടുത്തിട്ട് അതിലേക്കാണ് പൊട്ടാഷ്യം നമ്മൾ ഇട്ട് കൊടുത്തത്. പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിക്കുന്നവരുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇത് ചെടികൾ മെല്ലെയാണ് അബ്സോർബ് ചെയ്യുക. ഡയറക്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ റൂട്ടിലേക്കാണ് അത് ഡയറക്റ്റ് പൊട്ടാഷ്യം പോവുക. അപ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ പ്രോസസ്സിങ് വരുമ്പോഴാണ് അതിന് നല്ലൊരു റിസൾട്ട് കിട്ടുക. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. അപ്പം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊൽക്കത്തയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ ഇതിന് നമ്മളിനി ഗ്രോത്താണ് വരുത്തേണ്ടത്. അപ്പോൾ നമ്മൾ ഗ്രോത്ത് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇതാണ് ഫാക്ടം ഫോസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ ഫാക്ടം ഫോസ് അപ്പോൾ ഇത് വീട്ടിലില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ വീട്ടിലത്തെ ജൈവവളമായിട്ടുള്ള ചാണകം ജസ്റ്റ് കുറച്ച് കലക്കി ഒഴിച്ചാൽ മാത്രം മതി. നമ്മളത് മെയിനായിട്ട് നോക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നൈട്രജൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നൈട്രജൻ ഉണ്ടെങ്കിൽ ഏതൊരു പ്ലാന്റ്സും നന്നായിട്ട് ഗ്രോ ചെയ്യുള്ളൂ. അത് ശേഷം നമ്മളിതിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഈ ഒരു അളവിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഫുള്ള് ഇങ്ങനെ സ്പ്രെഡ് ആക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് ഞങ്ങൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന വളങ്ങളെന്ന് പറയുന്നത്. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ്സ് ഉണ്ട്, മലേഷ്യൻ വെറൈറ്റീസ്. അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. സോ ചാനലൊക്കെ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, ബൈ.